പോർച്ചുഗൽ വേഴ്സ് ക്രൊയേഷ്യ മത്സരം ഇന്ന് രാത്രിയാണ്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 3 പുലർച്ചെ 4:30 മത്സരം നടക്കുന്നത്. ജൂലൈ 3 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഡിഗോ ജോട്ട നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പോൾ ഒരു വർഷമാവാനായി. ഡിഗോ ജോട്ടയുടെ ഓർമ്മ ദിവസം കൂടിയാണ് ജൂലൈ 3. പിന്നെ രണ്ട് ലെജൻസുകൾ തമ്മിൽ മത്സരിക്കുന്ന ഒരു മത്സരമാണ്. ക്രിസ്റ്റിയാനോ റൊണാൾഡോയും ലൂക്കാ മോഡ്രിച്ചും. ഇരുവരും റയൽ മാഡ്രിഡിലെ നല്ല സുഹൃത്തുക്കളുമായിരുന്നു. പോർച്ചുഗലിൻ്റെയും ക്രൊയേഷ്യയുടെയും ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് എല്ലിലെ രണ്ടാമതായിട്ടാണ് ക്രൊയേഷ്യ വരുന്നത്. ഗ്രൂപ്പ് കെയിലെ രണ്ടാമതായിട്ടാണ് പോർച്ചുഗൽ വരുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന മത്സരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളംബിയക്കെതിരെ പോർച്ചുഗൽ ഡ്രോയാണ് പിടിച്ചത്. ക്രൊയേഷ്യ ഗാനക്കെതിരെ ജയിച്ചിട്ടുണ്ട്. ഈ ഗെയിമിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗലും ക്രൊയേഷ്യ ആദ്യമായിട്ടാണ് നേർക്കുനേർ ഒരു വേൾഡ് കപ്പിൽ കളിക്കുന്നത്. ഇവരും തമ്മിൽ നേർക്കുനേർ മത്സരിച്ചത് നാഷണൽസ് ലീഗിലാണ്. അത് 1-1 ഡ്രോ ആയിരുന്നു. പോർച്ചുഗലിൻ്റെയും ക്രൊയേഷ്യയുടെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം നടന്ന 5 മത്സരങ്ങളിൽ 4 മത്സരം ജയിച്ചത് പോർച്ചുഗലാണ്. ഒരു മത്സരം ഡ്രോ ആയി. അത് UEFA നാഷണൽസ് ലീഗിലെ മത്സരമായിരുന്നു. സോ എന്തായാലും ഒരു ഗംഭീര മത്സരമായിരിക്കും ക്രൊയേഷ്യ വേഴ്സ് പോർച്ചുഗൽ മത്സരം. സോ റൗണ്ട് ഓഫ് 32-ൽ നേർക്കുനേർ വരുമ്പോൾ ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ പോർച്ചുഗൽ ജയിക്കാനാണ് സാധ്യത. പോർച്ചുഗൽ ജയിച്ചാൽ റൗണ്ട് ഓഫ് 16-ൽ ഒന്നെങ്കിൽ ഓസ്ട്രിയനെ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ സ്പെയിനെ നേരിടേണ്ടി വരും. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആര് ജയിക്കും? ക്രിസ്റ്റിയാനോ റൊണാൾഡോ പോർച്ചുഗൽ ജയിക്കുമോ, അല്ലെങ്കിൽ ലൂക്കാ മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യ ജയിക്കുമോ? ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പോർച്ചുഗൽ ഈ മത്സരം 1-0 ജയിക്കുന്നതാണ്. കാരണം ഡിഗോ ജോട്ടയ്ക്കുള്ളൊരു ട്രിബ്യൂട്ടായിരിക്കും. പോർച്ചുഗലിന് ജയിക്കാതിരിക്കാൻ പറ്റില്ല. മേ ബി വേൾഡ് കപ്പ് ലൂക്കാ മോഡ്രിച്ചിൻ്റെയും റൊണാൾഡോയുടെ ഒക്കെ ലാസ്റ്റ് ഡാൻസ് ആയിരിക്കും. അതാലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. റൗണ്ട് ഓഫ് 16 ആര് കടക്കുമെന്ന് കണ്ടറിയാം. സമയം മറക്കണ്ട, പുലർച്ചെ 4:30 ജൂലൈ 3. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.